Hello everyone, welcome to Prerna. In this class we're going to discuss on Renaissance painting. Personally speaking, this is a very interesting topic for me. I really enjoy teaching this section because this is about painting, and I really like art and artists, and I would like to be called as an artist by passion. So I have tried to in fact bring a lot of paintings, and I'd be trying to analyze the underlying meanings of those paintings painted by the Renaissance painters. Before that, I would like to give you a tip, and I have named it this way: tip for the day. So tip for the day is drink coffee with kalam. Okay, drink coffee with kalam. എന്തെങ്കിലും മനസ്സിലായോ? Actually, I've taken this idea from Robin Sharma. Okay, you must have heard about this person who has inspired millions of people with his self-help books, and he in fact had written it as drink coffee with Gandhi. So I have written here drink coffee with kalam. ഇപ്പോൾ മഴക്കാലമാണ്, നമുക്കറിയാം, നിങ്ങളൊക്കെ കുറേ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും എണീക്കുന്നുണ്ടാവുക. അപ്പം എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് രാവിലത്തെ ഒരു ഡേ, ഹൗ ടു സ്റ്റാർട്ട് ഫ്രഷ്, ആ രാവിലത്തെ ഒരു ദിവസം എങ്ങനെ ഏറ്റവും രാവിലെ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് ആണല്ലോ ദിവസം മുഴുവൻ ഉണ്ടാവുക. അപ്പം എങ്ങനെ നമുക്കൊരു ദിവസം തുടങ്ങാം എന്നുള്ളതാണ്. സോ ഇഫ് യു ടേക്ക് an autobiography written by a person whom you admire the most, whom you enjoy the most, a person whom you feel is successful to a large extent, it would be really useful to you. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കലാം, നമ്മൾ പ്രസിഡൻ്റായ കലാമിൻ്റെ ബുക്സ് നല്ല അദ്ദേഹത്തിൻ്റെ കോഡ്സ് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഹീ ഈസ് ഇൻസ്പയർഡ് യൂത്ത് to a large extent. All of us know every single quote of Dr. Kalam has a lot of underlying meanings and depth in it. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, അപ്പോൾ രാവിലെ നിങ്ങളുടെ കോഫി കുടിക്കുമ്പോൾ, ടീ കുടിക്കുമ്പോൾ, take an autobiography of the person who has inspired you a lot. Okay, it's like having a conversation with that author. So I have written it here. It is like having a conversation with that author. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ ബുക്കിൽ നിങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് കോട്ട് നിങ്ങൾ ഒരു ദിവസം വായിക്കുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അലൗ സം എമൗണ്ട് ഓഫ് ദിയർ ബ്രില്യൻസ് ടു റബ് ഓഫ് വിത്ത് യു. നിങ്ങൾക്ക് നിങ്ങളറിയാതെ അവരിലുള്ള ക്വാളിറ്റീസ്, അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് നിങ്ങളെ ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ലാസ്റ്റ് ഞാൻ ഈ ഒരു സെൻറ്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്: എ മൈൻഡ് വൺസ് സ്ട്രെച്ച്ഡ് ബൈ എ ന്യൂ ഐഡിയ can never return to its original dimensions. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓഥർ, അദ്ദേഹമോ അവരെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അല്ല അവരെ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയ ഒരു മേഖലയെ പറ്റി നിങ്ങൾ വായിക്കും, അറിയാതെ നിങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിയുടെ പോസിറ്റീവ് വൈബ് എത്തും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ മെൻറ്റ് ബൈ ഡ്രിങ്ക് കോഫി വിത്ത് കലാം. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ആലോചിക്കുക, നിങ്ങൾ ആരുടെ കൂടെയാണ് കോഫി കുടിക്കാൻ പോകുന്നത്. യു കെൻ ബി anyone, Sachin Tendulkar, it can be any person of your choice. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ടിപ്പ് ഫോർ ടുഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഇറ്റ് ഈസ് റെനസാൻസ് പെയിൻറ്റിങ്. ലെറ്റ് us discuss the features. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പം, ആസ് വി ഓൾവേസ് സെഡ് അബൌട്ട് റെനസാൻസ്, യു കുഡ് സീ ഹൗ ദർ വാസ് എൻ enthusiasm for classical antiquity. ക്ലാസിക്കൽ പീരീഡിലുള്ള ആ ഒരു ഐഡിയാസിനോടുള്ള താല്പര്യം കാണാൻ പറ്റും. പിന്നെ തീം വൈസ് നോക്കുവാണെങ്കിൽ, യു ക്യാൻ സീ പെയിൻറ്റേഴ്സ് ടുക്ക് സെക്യുലർ തീംസ്. അത് മതപരമായ ആശയങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് ദേ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ഹ്യൂമൻ ബീയിങ്, സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ്, പെയിൻറ്റിങ്ങിലെ പല സ്റ്റൈൽസും അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസസ്. പിന്നെ ക്വാണ്ടിറ്റി ഇൻക്രീസ്, ഒരുപാടധികം പെയിൻറ്റിങ്സ് ആണ് റെനസാൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. Painting then got released from the subservience of architecture. അതിൻ്റെ അർത്ഥം എന്താണ്? മിഡീവൽ പീരീഡിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്കൾപ്ചർ എന്ന് പറയുന്ന സംഭവമില്ല. ഇറ്റ് വാസ് റിയലി അണ്ടർ വാട്ട് വാസ് ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് പെയിൻറ്റിങ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ യു ക്യാൻ സീ ഹൗ ഇൻഡിവിജ്വൽ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്കൾപ്ചർ got produced എന്നുള്ളതാണ്. So individual pictures emerged as an independent piece of art.
ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഫീച്ചർ എന്ന് പറയുന്നത് യു ക്യാൻ സീ ഹൗ ദർ വാസ് an attempt from the side of the artist towards self assertion. ആസ് എ പെയിൻറ്റർ എനിക്ക് കുറേ താല്പര്യങ്ങളുണ്ടാവും, അത് ഞാൻ എൻ്റെ കലയിലൂടെ ഐ ഡോണ്ട് റിയലി നോട്ട് ബോതർഡ് വാട്ട് അതേഴ്സ് വുഡ് തിങ്ക്. അതാണ് സെൽഫ് എസേർഷൻ എന്ന് പറയുന്നത്. പിന്നെ വി കുഡ് സീ ഹൗ ദേ എംഫസൈസ് ഓൺ സിമെട്രി. വാട്ട് ഇസ് സിമെട്രി? അപ്പം കണ്ണ് രണ്ടും ഏറ്റവും ഭംഗിയുണ്ടാവും, രണ്ടും ഒരേ സൈസിലുള്ള കണ്ണ്, അതാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ കണ്ണും ഒരു ചെറിയ കണ്ണും വി കോൾ ഇറ്റ് അസിമെട്രി. അപ്പോൾ ഇവിടെ അവർ ശ്രദ്ധിക്കുന്നതാണ് സിമെട്രി ഓഫ് തിങ്സ്. ഓക്കെ, ഒരേപോലത്തെ സൈസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭംഗിയിലാണ്. പിന്നെ they also tried to paint three-dimensional images. We'll discuss Da Vinci and Michelangelo and see how, in fact, various techniques were used which, in fact, made the paintings look three-dimensional. 2-dimensional, 3 ലൈഫുള്ള പെയിൻറ്റിങ്സ് പോലെ തോന്നും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മെറ്റീരിയലിസം എന്നുള്ള പ്രധാനമായിട്ടൊരു ഫീച്ചറാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ലോട്ട്സ് ഓഫ് പേട്രൺസ് വെർ ദർ റിച്ച് merchants and traders and nobles who wanted to adorn their homes with paintings and frescoes. So അവരുടെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ദേ മെയ്ഡ് സച്ച് ഹ്യൂജ് ഹൗസസ് വിച്ച് വർ ലൈക്ക് കത്തീഡ്രൽസ് ഓഫ് മെഡീവൽ പീരിയഡ്. വിൽ ഡിസ്കസ് അബൌട്ട് മെഡിച്ചി, അദ്ദേഹത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയും. പിന്നെ നമ്മൾ ഈ ഒരു റെനസാൻസ് പെയിൻറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പെയിൻറ്റിങ് ഫോർ ദെം വാസ് വേൾഡ്ലി ആസ് വെൽ ആസ് അതർ വേൾഡ്ലി. അതായത് ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടും അവർ ശ്രമിച്ചിട്ടുണ്ട്, പിന്നെ സ്പിരിച്വലായ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്, ദൈവികമായിട്ടുള്ള തീംസും എടുത്തിട്ടുണ്ട്, അങ്ങനെ വേൾഡ്ലി ആൻഡ് അതർ വേൾഡ്ലി. പിന്നെ ബോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, അവരുടെ സ്വന്തമായിട്ട് വളരെ ബോൾഡായിട്ട്, ഇപ്പോൾ ന്യൂഡിറ്റി, അപ്പോൾ സെക്സ് റിലേറ്റഡ് പെയിൻറ്റിങ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും ഒരു ബോൾഡായിട്ടുള്ള തീംസിലേക്ക് വന്നു. പിന്നെ ഓർക്കേണ്ടത് പെയിൻറ്റേഴ്സ് വെയർ വേഴ്സറ്റൈൽ, ബഹുമുഖ പ്രതിഭ, സർവകലാ വല്ലഭന്മാരായെന്ന് പറയുന്നത് പോലെ. ദേ വെയർ സം ടൈംസ് പോവറ്റ്സ്, സം ടൈംസ് ബിസിനസ്മെൻ, സം ടൈംസ് മ്യൂസീഷ്യൻസ്. ഓക്കെ, ഇപ്പം ഡാ വിൻസിയൊക്കെ മൾട്ടി ടാലൻറ്റഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചറും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവാൻ കാരണം പെയിൻറ്റിങ്സ് ഇൻ ദ റെനസാൻസ് പീരിയഡ്? ദറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ സ്പോൺസേഴ്സ്, അതർവൈസ് യു കെൻ കോൾ ദം ആസ് എ പേട്രൺസ്. അപ്പം ഒരു എല്ലാ ആ കാലഘട്ടത്തിലെ പ്രധാനികൾക്കൊക്കെ തന്നെ, അതായത് നോബിൾസിനൊക്കെ തന്നെ, ദേ ഓൾ ഹാഡ് നർച്ചേർഡ് ഇൻ ദെയർ മൈൻഡ്സ് ഇൻട്രസ്റ്റ് ടു മേക്ക് ദെയർ സിറ്റി ബ്യൂട്ടിഫുൾ. എ കോൺസെപ്റ്റ് ഓഫ് സിവിക് ബ്യൂട്ടി വാസ് ഇൻ ദെയർ മൈൻഡ്. നമ്മളുടെ നല്ല ഭംഗിയാക്കണം നമ്മുടെ സിറ്റി എന്നുള്ളത്. അപ്പോൾ അതിൽ മുന്നിൽ അഗ്രഗണ്യനായിട്ടുള്ളത് ലൊറൻസോ ദെ മെഡിച്ചി. വി ഡിസ്കസ്ഡ് അബൌട്ട് ഹിം ഓൾറെഡി. അദ്ദേഹത്തിൻ്റെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് കുറേ പെയിൻറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അതേപോലെ എൽ മൊറോ, ഹി വാസ് എ ഡിസ്പോട്ട് ഓഫ് മിലൻ. പിന്നെ സേസർ ബോർജിയ, പൊളിറ്റീഷ്യൻ, ഇവരൊക്കെ കാര്യമായിട്ട് പല പെയിൻറ്റേഴ്സിനെയും സ്പോൺസർ ചെയ്ത ആൾക്കാരാണ്. ഇത് കൂടാതെ പോപ്സ്, കിങ്സ്, they all wanted, some of them wanted to make, some popes in fact wanted to make Rome the cultural capital, artistic capital of the world. So they endeavored towards that. അപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇനി ഇത് 2 തരത്തിലുള്ള സ്കൂൾസാണ് നമ്മൾ കാണുന്നത് റെനസാൻസ് പീരീഡിൽ. ഇറ്റലിയിൽ നോക്കുവാണെങ്കിൽ തന്നെ, ഇറ്റലിയിലാണ് തുടങ്ങുന്നതല്ലോ, അപ്പോൾ ഇറ്റലിയിൽ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും 2 സ്കൂൾസാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഫ്ലോറൻസിൽ തുടങ്ങിയ സ്കൂളിൻ്റെ പേരാണ് ഫ്ലോറന്റീൻ സ്കൂൾ. ഓക്കെ, പിന്നെ വേറൊന്ന് വെനീസിൽ തുടങ്ങുന്ന സ്കൂളിൻ്റെ പേരാണ് വെനീഷ്യൻ സ്കൂൾ. സോ ഫ്ലോറന്റീൻ സ്കൂൾ ഓഫ് പെയിൻറ്റേഴ്സ് ആൻഡ് വെനീഷ്യൻ സ്കൂൾ ഓഫ് പെയിൻറ്റേഴ്സ്. അതാണ് പേട്രൺസും അതിൻ്റെ 2 സ്കൂൾസും അവരുടെ പേട്രണേജിലാണ് ഉണ്ടാവുന്നത്. Okay, we'll be actually concentrating more about the masters of the Renaissance period. That is, we'll be discussing in detail about Da Vinci, Michelangelo and Titian. But before that, let us see who the predecessors were, forerunners of Renaissance painting. അവരെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യം പറയുന്നത് ജിയോട്ടോ. ഓക്കെ, he was a many-sided genius. He was a painter. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞത്, he was a businessman too. വളരെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിലൊക്കെ വിറ്റിട്ടും വളരെ നല്ല രീതിയിൽ he maintained contacts with wealthy people. So he did very well in business too. ഓക്കെ, ഒരു ട്രേഡ്സ്മാൻ ഹു വാസ് എ പെയിൻറ്റർ, ഒരു വളരെ അപൂർവമായ ഒരു റെയർ കോമ്പിനേഷൻ ഇറ്റ് വാസ്. പിന്നെ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഹി ട്രൈ ടു മേക്ക് ഹിസ് പെയിൻറ്റിങ്സ് അപ്പിയർ മോർ ലൈഫ് ലൈക്ക്, ഒരു ജീവൻ തുളുമ്പുന്ന ഇമേജസ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഓക്കെ, പിന്നെ ലെസ് ഓസ്റ്റിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, കുറച്ചുകൂടെ എന്താണ് പോംപസ് ആക്കുക, ഗ്ലാമറൊക്കെ കൂട്ടുക. ദാറ്റ് ഇസ് ലെസ് ഓസ്റ്റിയർ. ഓസ്റ്റിയറിറ്റി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്, അപ്പോൾ അത് ലെസ് ഓസ്റ്റിയർ ആക്കുക എന്നുള്ള ഹൃദയം, നല്ല ഗ്രാൻഡ് ആക്കുക.
Okay, that is Giotto. So I have in fact എൻ്റെ പേഴ്സണൽ താല്പര്യം കൊണ്ട് ഞാൻ കുറച്ച് പെയിൻറ്റിങ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. So I have brought this painting. Let us see what actually Giotto meant by this painting. The painting is titled The Return of Joachim to the Sheepfold. Here you can see a master coming back and a dog with his front paws stretched up to the master. കാണാൻ പറ്റും നമുക്കിവിടെ. ഇതിലൊരു നമ്മൾ വളരെ ദൈവികമായിട്ടുള്ള ഒന്നുമില്ല, സാധാരണ മനുഷ്യന്മാരുടെ പോലെയുള്ള ഒരു കുറേ തീംസാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഫസ്റ്റ് ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മളുടെ ജിയോട്ടോൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇനി അടുത്തത് ലാമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ്. ലാമെൻറ്റേഷൻ യു ക്യാൻ സീ ക്രൈസ്റ്റ്, okay, the dead Christ lying down. You can also see how lots of angels are there above, people mourning, കരയുന്ന. അതാണ് ലാമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കരയം, പ്രത്യേകിച്ചും ഒരാളുടെ മരണത്തിൽ കരയുമ്പോഴാണ് ലാമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ആ ഇമേജ് തന്നെയാണ് ഒന്നും കൂടെ കൊണ്ടുവരുന്നത്. തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹേലോ ഉണ്ട് ഇവിടെയൊക്കെ പിറകിൽ. ഈ സ്റ്റൈലിന് ഒരു പ്രത്യേക സ്റ്റൈലാണ് ജിയോട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സ്റ്റൈലിൻ്റെ പേരാണ് ചിയാറോസ്കറോ. വാട്ട് ഇസ് ഇറ്റ്? ചിയാറോസ്കറോ. CHIARO SCURO. ബ്രൈറ്റ് ഡാർക്ക് എന്നാണ്. അതായത് ബ്രൈറ്റ് കളേഴ്സും ലൈറ്റ് കളേഴ്സും രണ്ടിനുള്ളൊരു കോമ്പിനേഷൻ. ഓക്കെ, ആ ഒരു എഫക്റ്റാണ്, ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ദിസ് പെർട്ടിക്കുലർ ടെക്നീക്ക് ഗേവ് ദ പെയിൻറ്റിംഗ് എ 3-dimensional ലൈഫ് ലൈക്ക് ക്വാളിറ്റി ആൻഡ് ഓൾസോ നമുക്കൊരു ഡെപ്ത് തോന്നും, എല്യൂഷൻ ഓഫ് ഡെപ്ത് ടു ദ വ്യൂവർ ക്യാൻ ബി സീൻ. അപ്പോൾ അതാണ് ചിയാറോസ്കറോ എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ പ്രത്യേകത, വിച്ച് ജിയോട്ടോ ഹാഡ് യൂസ്ഡ്. ഇനി അടുത്ത പെയിൻറ്റർ എന്ന് പറയുന്നത് മെസാച്ചിയോ ആണ്. മെസാച്ചിയോ ഫ്ലോറൻസിലുണ്ടായതാണ്. അദ്ദേഹം ഉപയോഗിച്ച തീമിൻ്റെ പേര് ചിയാറോസ്കറോ. ഹി ടു യൂസസ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ടെക്നീക്ക്. പിന്നെ അദ്ദേഹത്തിന് ശ്രമിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഹി ട്രൈഡ് ഫോർ അനാറ്റമിക്കൽ റിയലിസം. അനാറ്റമിക്കൽ റിയലിസം, ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബോഡീൻ്റെ അനാറ്റമി ഉണ്ടാവില്ല, അതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് റിയലായിട്ട് ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെയാണോ അതിൻ്റെ മസിൽസും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഇൻ ഫാക്ട് എ പെയിൻറ്റിംഗ് ബൈ മെസാച്ചിയോ. ദറ്റ് ഈസ് എ ഷെയിം ഓഫ് ആഡം ആൻഡ് ഈവ്. ഫ്രം their body language you can understand that they have committed the sin as per the Bible. You can also see from their facial expression, that forlorn expression on their face, that they've committed the sin. In our body you can see how he had concentrated on the anatomy, ഘടന ആണ് anatomy എന്ന് പറയുന്നത്, ഹ്യൂമൻ ബോഡീൻ്റെ ഘടന. ഓക്കെ, we move on to the next person, that is Botticelli. 1445-1510. He attended pagan themes. What do you mean by pagan? അതായത് ദൈവികമല്ലാത്ത, as far as Christianity was concerned, ക്രൈസ്റ്റ്, ട്രിനിറ്റി, അതൊന്നും അല്ലാത്ത സംഭവങ്ങളെ അറ്റംപ്റ്റ് ചെയ്തെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലേഡീസ് ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഒരു ഇമേജാണ്. കുറേ ഒരു വിമൻ, ബ്യൂട്ടിഫുൾ വിമൻ. അതർ വേൾഡിനെസ് കെൻ ബി സീൻ. വാട്ട് ഇസ് അതർ വേൾഡിനെസ് അവിടെ എന്ന് പറയുന്നത് വെച്ചാൽ ഹീ ഹാസ് ഓൾ ദീസ് വിമൻ വെരി ബ്യൂട്ടിഫുൾ, വെരി സ്ലെൻഡർ, ഒരു മനസ്സിന് അല്ലെങ്കിൽ കണ്ണിന് കൗതുകം തോന്നുന്ന രീതിയിലാണ് വരച്ചത്. അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പേരാണ് പ്രിമാവെറ. ഓക്കെ, പ്രിമാവെറ എന്നുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ ദിസ് ഇസ് എ പ്രിമാവെറ ഫോർ യു. അപ്പം ഇതിനകത്ത് നിങ്ങൾ കുറേ ആൾക്കാരിങ്ങനെ ഗോഡസ് ഓഫ് സ്പ്രിങ് ഒക്കെ കാണാം. ഇതിൽ പ്രത്യേകത, ഇതിപ്പോൾ ഈ ഇമേജിൽ കുറച്ച് ഡാർക്കാണ്. ഇറ്റ് സിംസ് ബാക്കിൽ കുറേ ചെടികളുണ്ട്, ഇവിടെ പ്ലാന്റ്സ് ഒക്കെ ഗിവൻ. ഇറ്റ് സിംസ് ബൊട്ടാനിസ്റ്റ് ക്യാൻ സേ വിച്ച് സ്പീഷീസ് ദ പ്ലാന്റ്സ് ബിലോങ് ടു. അത്രയ്ക്കും സ്പെസിഫിക് ആയിട്ടാണ് ഇലകളൊക്കെ വരച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബോട്ടിസെല്ലിസ് പെയിൻറ്റിങ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവരൊക്കെ 4 റണ്ണേഴ്സാണ്. നൗ ലെറ്റ് us സ്പീക്ക് അബൌട്ട് ദ റിയൽ മാസ്റ്റേഴ്സ് ഓഫ് റെനസാൻസ്. ഓക്കെ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാത്തതാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദാറ്റ് ഇസ് ലിയനാർഡോ ഡാവിൻസി. സം ഓഫ് യു മസ്റ്റ് ഹാവ് റെഡ് ഡാവിൻസി കോഡൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലിയനാർഡോ ഡാവിൻസി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഒരു ബഹുമുഖ പ്രതിമ. ദാറ്റ് ഇസ് എ മൾട്ടി ഫെസറ്റഡ് ജീനിയസ് ഹി വാസ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹം? ഹി വാസ് എ പെയിൻറ്റർ, സ്കൾപ്റ്റർ, ഒരു കൊത്തുപണി ചെയ്യുന്ന സ്കൾപ്റ്റർ, മ്യൂസിഷ്യൻ, ഫിസിസിസ്റ്റ്, ഫിസിക്സുമായിട്ട് അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ടായിരുന്നു, അനാറ്റമിസ്റ്റ്, ജിയോളജിസ്റ്റ്, ഇൻവെൻറ്റർ ആൻഡ് സിറ്റി പ്ലാനർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നുള്ളൂ. അദ്ദേഹത്തിന് വരച്ച കാര്യങ്ങളെക്കാളും ഇറ്റ് സിംസ് ദർസ് എ വോള്യൂം ഓഫ് കളക്ഷൻ ഓഫ് ഹിസ് സ്കെച്ചസ്. അദ്ദേഹത്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഇങ്ങനെ സ്കെച്ച് ചെയ്തതിൽ എയർപ്ലെയിൻ്റെ മോഡൽ പറയുന്നുണ്ട്, വാർ മെഷീൻസ് പറയുന്നുണ്ട്, ഹ്യൂമൻ എംബ്രിയോ, ഭ്രൂണമാണ് എംബ്രിയോ, റിയലിസ്റ്റിക് എംബ്രിയോ ഹി ഹാഡ് ആസ് സ്കെച്ചസ്. ഈവൻ ഡൂഡിൽസ്, യു ആർ ഫെമിലിയർ വിത്ത് ഡൂഡിൽസ് ഐ എം ഷുവർ. ഡൂഡിൽസ് പോലെ അദ്ദേഹം സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഹീ ട്രൈഡ് ഫോർ എ സയൻറ്റിഫിക് പ്രിസിഷൻ and at the same time we can see from his painting a fondness for the grotesque. Grotesque, GROTESQE, grotesque എന്ന് പറഞ്ഞാൽ deformed images ആണ്. പൊതുവേ എല്ലാവരും എന്താ പറയുക, അപ്പോൾ ബോട്ടിസെല്ലി നേരത്തെ പറഞ്ഞ പോലെ അതർ വേൾഡ്ലി നല്ല ഭംഗിയുള്ള ഇമേജസ്. പക്ഷേ ഡാവിൻസി ഇൻഫാക്ട് പെയിൻറ്റ് ലോട്ട് ഓഫ് deformed figures, handicapped അല്ലെങ്കിൽ misery, he tried to portray all that എന്നുള്ളതാണ് deformed figures. That is, he tried to strike a balance between scientific precision and fondness for the grotesque. ഇനി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് സപ്പറാണ്. നമുക്ക് ഇതൊരു ഡ്യൂ ടു സം റെസ്ട്രിക്ഷൻസ് ഹാവ് ഇൻഫാക്ട് കംപ്രസ് ഇമേജ്. ഇതിൽ ആരാണ് ജൂഡസ് എന്നുള്ളതൊക്കെ, ആരാണ് യേശു ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റ കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യു ക്യാൻ സീ ഹൗ ദ ബാക്ക്ഗ്രൗണ്ട് ഇസ് വെരി ലൈറ്റ്. അപ്പോൾ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയത് മുമ്പിലിരിക്കുന്ന ക്യാരക്ടേഴ്സും പ്രോമിനൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിന് മുമ്പ് ചെയ്ത പെയിൻറ്റേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ദാറ്റ് ജൂഡസ് വാസ് അബൌട്ട് ടു ബിട്രേ ഹിം, അറിയുന്ന ആ ഒരു അവസരം വരുമ്പം ശരിക്കും ഈ ഒരു ക്യാരക്ടറിനെ യൂദാസിനെ ഒറ്റപ്പെടുത്തി ഐസൊലേഷനിലാണ് ചെയ്തിരുന്നത്. സീ വോട്ട് ഡാവിൻസി ഹസ് ഡൺ, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. And you have to in fact understand who Judas is from the facial expression. Facial expression അത്രയ്ക്കും എന്താ പറയുക ക്ലിയർ ആണ്. So from the facial expression you understand how this person Judas was going to betray, and also at the same time you can understand the consternation in the face of the others. ചുറ്റുപാടുള്ളവരുടെ ആ ഡിസ്മേ, അവർക്ക് പറയാൻ പോവാണ് ജീസസ് ക്രൈസ്റ്റ് വാസ് അബൌട്ട് ടു ഡിസ്കസ് ഹു വാസ് ഗോയിങ് ടു ബിട്രേ ഹിം. അപ്പോൾ മറ്റുള്ളവരുടെ മുഖത്തുള്ള ഒരു വേവലാതി അതും കാണാം, ഈ ജൂദസിൻ്റെ മുഖത്തിലുള്ള ഞാനാണ് ചെയ്യാൻ പോകുന്നുള്ള ആ ഒരു തരത്തിലുള്ള ഫീലിങ്ങും കാണാം. ദാറ്റ് ഇസ് ലാസ്റ്റ് സപ്പർ ഫോർ യു. ഇനി മോണലിസ. മോണലിസ എന്ന് പറയുമ്പം അതിനിപ്പോൾ ഒന്നും പറയാനില്ല, നമുക്ക് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മൊണാലിസ ആരാണ്? ഇൻഫാക്ട് എ നോബിൾ വുമൻ എന്നാണ് പറയുന്നത്. ഹെർ നെയിം വാസ് ലീസ ഡെൽ ജിയോക്കോണ്ടോ. ഒരു നോബിളായിട്ടുള്ള ലേഡിയാണ്, ഒരു വളരെയധികം പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയായിരുന്നു. അപ്പം അബൌട്ട് മൊണാലിസ എന്ന് പറയുമ്പം എന്താണ് ഇത്ര വാട്ട് ഇസ് സോ peculiar, what is so special about Mona Lisa? Have you ever thought it is a smile? അപ്പോൾ സ്മൈലാണ്. അപ്പോൾ സ്മൈൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം, യു കെൻ സീ ഹൗ ഡാവിൻസി ഹാസ് ട്രൈഡ് ഫോർ ടു ക്രിയേറ്റ് എൻ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ, നമ്മളെ ഒരു ഡിസീവ് ചെയ്യുക, അത് കണ്ണുകൊണ്ട് കാണുന്നതിന്. ദാറ്റ് ഈസ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് സിംസ് ദ ഐസ് ഓഫ് Mona Lisa fall directly in the center of vision of the viewer. വ്യൂവറിൻ്റെ സെൻറ്റർ വിഷൻ്റെ നേരിട്ടാണ് കണ്ണുകളുള്ളത്. ആൻഡ് ലിപ്സ് just under the periphery of the vision. ചുണ്ടുകൾ just under the periphery of the vision. അപ്പോൾ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു സ്മൈലിൻ്റെ പിറകിൽ ഈ ഒരു ഓപ്റ്റിക്കൽ ഇല്യൂഷനാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ദാറ്റ് ഈസ് യൂസ് എ ടെക്നിക് നോൺ ആസ് സ്ഫുമാറ്റോ ടെക്നിക്, SFUMATO, സ്ഫുമാറ്റോ ടെക്നിക്. അതെന്താണ്? അതായത് നമ്മൾ പൊതുവേ വരയ്ക്കുന്ന സമയത്ത് വി പുട്ട് ലൈൻസ് ആൻഡ് ബോർഡേഴ്സ്, ഓക്കെ, കൃത്യമായിട്ട് ലൈൻ എന്നിട്ട് അതിനുള്ളിൽ കളർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ബട്ട് ഡാവിൻസി ഡിഡ് നോട്ട് ഡു ദാറ്റ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു 3-dimensional ഇഫക്റ്റാണ്. ഹി ട്രൈ ടു യൂസ് ഷെയ്ഡ്സ്, ഓക്കെ, എന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ദാറ്റ് എന്താ പറയുക ഒരു ലൈൻ ഡിമാർക്കേഷൻ കോഡ് ബി സീൻ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മൊണാലിസ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പിറകിൽ കാണാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. യൂഷ്വലി വെൻ പോർട്രേറ്റ്സ് വെ പെയിൻറ്റഡ് ഡൺ ഇൻ ദോസ് പീരിയഡ്, ബാക്ക്ഗ്രൗണ്ട് വാസ് കെപ്റ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ട് പിറകിൽ കാണുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇവിടെ മൗണ്ടൻസ് ആർ സീൻ, ദ ഡയമെൻഷൻ ഓഫ് മൗണ്ടൻ, ദാറ്റ് ഈസ് അഗെയിൻ സംതിങ് മിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു താല്പര്യമാണ് അത്. മൗണ്ടൻസ്, പിറകിൽ മലകളാണ് മൊണാലിസേൻ്റെ പിറകിലുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വെട്രൂവിയൻ മാൻ. ഇത് വേറൊരു ഡാവിൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ്. ഹിയർ ഓൾസോ യു ക്യാൻ സീ ദ സിമ്മട്രി ഓഫ് എ പെർഫെക്റ്റ് ഹ്യൂമൻ മെയിൽ ബോഡി. അതായത് കൈ, കാല് എത്രത്തോളം വലിപ്പമുണ്ടാവണം, നീളുണ്ടാവണം, അതാണ് സിമ്മട്രി ആണ് അദ്ദേഹം ഇതിൽ കൂടെ ശ്രമിച്ചിട്ടുള്ളത്. ദ വെട്രൂവിയൻ മാൻ, VETRUVIAN, വെട്രൂവിയൻ മാൻ. അടുത്തത് സാൽവറ്റോ മണ്ടി. സാൽവറ്റോ മണ്ടി എന്ന് പറയുന്നത് ലാറ്റിൻ ഒരു ഉപയോഗമാണ്, ലാറ്റിനിൽ പറയുന്നതാണ്. ദാറ്റ് ഇസ് സേവിയർ ഓഫ് ദ വേൾഡ്. സേവിയർ ഓഫ് ദ വേൾഡ് ആരാണ്? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്റ്റ് ആണ് ഈ സാൽവറ്റോ മണ്ടി. അപ്പോൾ ഇതിൽ യു കെൻ സീ ക്രൈസ്റ്റ് വിത്ത് ഹിസ് right hand up and 3 fingers of the right hand
pointing upwards, which actually symbolizes Trinity according to Christian belief. So that is Salvator Mundi, Savior of the world, and Christ offering his blessings in this particular posture. ഇനി അടുത്തത് മൈക്കൽ ആഞ്ചലോ ആണ്. മൈക്കൽ ആഞ്ചലോ എന്ന് പറയുമ്പോൾ പെർഫെക്ഷനിസ്റ്റ് തന്നെയാണ് അല്ലേ. നമുക്കെല്ലാവരെയും മൈക്കൽ ആഞ്ചലോനെ പേര് ചെയ്യുക, വരയ്ക്കുക. ലെറ്റ് മീ റീഡ് ഔട്ട് ടു യു what Martin Luther King Jr. had written about Michelangelo. ഇതിൻ്റെ കൂടെ അല്ല, പക്ഷെ ഒന്ന് വായിച്ച് നോക്കാം. അതെങ്ങനെയാണ്, എന്താണ് മൈക്കൽ ആഞ്ചലോന് ഇപ്പോഴും ആൾക്കാർ പറയുന്നതെന്നല്ല. ഇഫ് എ മാൻ ഇസ് കോൾഡ് ടു ബി എ സ്ട്രീറ്റ് സ്വീപ്പർ, അതായത് നിലം അടിച്ചു വാരുകയാണെങ്കിൽ, ഹീ ഷുഡ് സ്വീപ്പ് സ്ട്രീറ്റ്സ് ആസ് എ മൈക്കൽ ആഞ്ചലോ പെയിൻറ്റഡ്. വെറുതെ നിലം സ്വീപ്പ് ചെയ്യുകയാണെങ്കിലും യു ഷുഡ് ഡു ഇറ്റ് ഇൻ ദ വേ ദാറ്റ് മൈക്കൽ ആഞ്ചലോ പെയിൻറ്റഡ്. He should sweep streets so well that all the hosts of heaven and hell will pause to say. Hosts of heaven and hell എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരും എല്ലാവരും ഒരുമിച്ച് പറയും. എന്ത് പറയും? Here lived a great street sweeper who did his job well. Okay? Here lived a great street sweeper who did his job well. അപ്പോൾ നമ്മൾ എന്ത് ജോലിയും ചെയ്യുകയാണെങ്കിൽ മൈക്കൽ ആഞ്ചലോനെ പോലെ പെർഫെക്ഷനിസ്റ്റ് ആവാന്നാണ് പറയുന്നത്. ദിസ് വാസ് ഫ്രം മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ. മൈക്കൽ ആഞ്ചലോ അപ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആണ്. വിൽ ഡിസ്കസ് ദ amount of work that he had put in. Now, അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്, a versatile genius. Frescoes for the ceiling of Sistine Chapel in Vatican made him famous. Fresco എന്ന് പറഞ്ഞാൽ എന്താ? You must have heard about Tanjavurla mural paintings. Frescoes are huge paintings which are done on the wall, mural types. അപ്പം ഇദ്ദേഹം സിസ്റ്റീൻ ചാപ്പലിൽ ഒരു വലിയ ഏരിയ തന്നെ, ഇപ്പോൾ ഞാൻ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 42 feet 120 feet, അതായത് ഒരു നോർമൽ ഹൗസ് എന്ന് പറയുന്നത് ഒരു 2500 feet, ഒരു വലിയ വീട് നമ്മളിപ്പോൾ ചുറ്റുപാടുണ്ടാകും. അപ്പോൾ 1000-ലധികം വലുപ്പമുള്ള ഒരു ഏരിയ, 1000 square feet വലുപ്പം വരുന്ന ഒരു ഏരിയയാണ് അദ്ദേഹം പെയിൻറ്റ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ മേലെയാണ് കേട്ടോ, സീലിങ്ങിലാണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലെ നോക്കണം. അപ്പം അവിടെ 343 ഫിഗേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഹി ഹാഡ് ടേക്കൺ ദീസ് ഫിഗേഴ്സ് ഫ്രം ബൈബിൾ, Genesis, Adam and Eve, then God hovering over the waters, all biblical themes. 4 കൊല്ലമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പെയിൻറ്റേഴ്സൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്കാഫോൾഡിങ് യു മസ്റ്റ് ഹവ് സീൻ. അപ്പം മേലെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ മേലെ കയറിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ മൈക്കൽ ആഞ്ചലോ എന്താ ചെയ്തത് വെച്ചാൽ സ്കാഫോൾഡിങ് ഒരു ബെഡാക്കിയിട്ട് അതിൻ്റെ മേലെ മലർന്ന് കിടക്കും. എന്നിട്ട് കയ്യിൽ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് കിടക്കുകയാണ്. ഇറ്റ് സിംസ് ഹി വാസ് സോ പാഷനറ്റ് അബൌട്ട് ഹിസ് വർക്ക് ദാറ്റ് ചില രാത്രികൾ അവിടെ തന്നെ കിടന്നുറങ്ങും, താഴെ വരാറില്ല. അപ്പോൾ അതായിരുന്നു മൈക്കൽ ആഞ്ചലോൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ എന്തിനാണോ ചെയ്യുന്നത് അത്രയ്ക്കും ഡെഡിക്കേഷനാണ് ഉണ്ടായിരുന്നത്. 4 കൊല്ലത്തെ ഡെഡിക്കേഷനാണ് കേട്ടോ. ആൻഡ് യു കുഡ് സീ ഹൗ ഹി ഹാഡ് കോൺസെൻട്രേറ്റഡ് ഓൺ അനാറ്റമി. ദാറ്റ് വാസ് വെർ ഹി ഹാഡ് ഫോക്കസ്ഡ്. അപ്പോൾ സിസ്റ്റീൻ ചാപ്പലാണ്, ഒരു ചെറിയൊരു ഇമേജാണ് കൊടുക്കുന്നത്. When if you Google, you can find such beautiful pictures. This is a compressed image again. You can see how this particular work in fact summarized medieval man's concept of God. ദൈവം എന്താണ് medieval man എന്ന് കാണും. ദൈവം, you can see God sometimes seen as a commanding figure. You can see God as a benevolent figure. You can see God as an overpowering figure. You can see God hovering over the waters. All these are biblical themes. അപ്പോൾ ദൈവത്തിൻ്റെ പല രൂപങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എന്നാണ്. സിസ്റ്റീൻ ചാപ്പലിൻ്റെ സീലിംഗ് ആണ് മേലെ, റൂഫിൻ്റെ അവിടെയാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ ഈ 2 പറഞ്ഞ പ്രധാനപ്പെട്ട മാസ്റ്റേഴ്സ്, ദാറ്റ് ഇസ് മൈക്കൽ ആഞ്ചലോ ആൻഡ് ഡാവിൻസി. ദേ ബിലോങ് ടു ദ ഫ്ലോറന്റീൻ സ്കൂൾ. നൗ ലെറ്റ് us discuss ടിഷ്യൻ, who was of the വെനീഷ്യൻ സ്കൂൾ. ടിഷ്യൻ എന്ന് പറയുന്നത് ആള്, he was mainly known for the quantity of his works. കുറേ അധികമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം യു ക്യാൻ സീ ഹൗ ഹി പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 1 പെയിൻറ്റിങ് എ മന്ത്, ഒരു മാസം ഒന്നുണ്ടാക്കുമെന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തിട്ട് പ്രധാനം പോർട്രേറ്റ്സ് ആണ്. പോർട്രേറ്റ്സ് പറഞ്ഞാൽ നമ്മൾ ഹാഫ് തലയും മുഖം ഭാഗങ്ങൾ. അപ്പോൾ ഇഫ് യു ഇൻഫാക്ട് see a lot of portraits painted by Titian, in fact you will be understanding about the political life of ഇറ്റലി at that period. കാരണം ഒരുപാട് ആൾക്കാരുടെ മുഖങ്ങളാണ്, പോർട്രേറ്റ്സ് ആണ് അദ്ദേഹം വരയ്ക്കുന്നത്. പിന്നെ ഇത് കൂടാതെ വാർ സീൻസ്, മെഡോണാസ് വെയർ ഡ്രോൺ. അപ്പം യു കെൻ ഓൾസോ സീൻ ഹൗ such a lot of peasantry was associated with Venice in those days. പൈസക്കാരുടെ നാടാണ്, റിച്ച് മെർച്ചൻസ്. അപ്പോൾ അവരുടെ ആ ഫ്ലാംബോയൻസ്, അവരുടെ ആ മെറ്റീരിയലിസം can very well be seen, ഭൗതികത that can be seen, love for materialism can be seen in the works of Titian.
അപ്പം ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് you can see how perfectly he is drawn, almost a lifelike image. That is Venus of Urbina. Urbina എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. പിന്നെ ഉള്ളത് the Rape of Europa. വേറൊരു ഇമേജ്, കുറേ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഇമേജസ് ഉണ്ട്. ഐ ഹവ് ഓൺലി ടേക്കൺ ദീസ് മെനി. അപ്പോൾ ഇതാണ് Renaissance painting for you. Hope you have understood. And also when you learn painting, try to understand the underlying meanings as well. That will make it more interesting to you. Okay, അപ്പോൾ ഇന്നത്തെ ടിപ്പും ഇന്നത്തെ ക്ലാസ്സും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. See you then. Bye.